ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെപ്റ്റേഴ്സ് മെത്തേഡിലുള്ള ഇൻവോയ്സ് പ്രൈസ് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലുള്ള ജേണൽ എൻട്രി, ലെഡ്ജർ, മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യുന്ന അത് മനസ്സിലാക്കുന്ന നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം. ദ മുകുന്ദ് ഗ്യാസ് കമ്പനി വാരണാസി ഹാസ് എ സെയിൽസ് ബ്രാഞ്ച് അറ്റ് ഗാസിയാബാദ്. ഗാസിയാബാദിൽ ഒരു സെയിൽസ് ബ്രാഞ്ച് ഉണ്ട്. ആൻഡ് ഇൻവോയ്സ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് പ്ലസ് 33.13%. ബ്രാഞ്ചിലേക്ക് 33.33% കോസ്റ്റിലാണ് ഇത് എന്ത് ചെയ്യുന്നത്. അതായത് കോസ്റ്റ് 100 രൂപയാണെങ്കിൽ എന്താണ് മാർക്കപ്പ് അല്ലെങ്കിൽ ലോഡിങ് 33.333 ഇങ്ങനെ 33.33%. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്ര ആയി മാറും? 133.33. 2-3 അങ്ങോട്ട് പോയിക്കോട്ടെ. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 1/3 ചെയ്യുമ്പോൾ 33.33 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനം വരെ പോകും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതെന്തിനാ പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. It is arranged that all cash received by the branch is to be paid directly to the head office account with Banaras State Bank Limited. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹെഡ് ഓഫീസ് ക്യാഷ്, ബ്രാഞ്ചിൽ വരുന്ന എല്ലാ ക്യാഷും ഹെഡ് ഓഫീസിലേക്ക് ഡെയിലി ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് നെസസറി അഡ്വൈസ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. എന്നിട്ട് അതിന്റെ അഡ്വൈസുകൾ പേയ്മെന്റ് ചെയ്തതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിയിക്കും വേണം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, നമുക്ക് താഴെ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് പ്രിപ്പയർ എ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ഹെഡ് ഓഫീസ് ലെഡ്ജർ ഷോയിങ് ദ ആക്ച്വൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബ്രാഞ്ച്. പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത്തരം അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. 1/1/2018 ഉള്ള സ്റ്റോക്ക് തന്നിട്ടുണ്ട് 12,000 രൂപ. ഇവിടെ ഇതിന്റെ കൂടെ പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കോസ്റ്റ് പ്ലസ് 33.13, അതായത് 0.33% ആണ് നമ്മുടെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു. അത് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഇൻവോയ്സ് പ്രൈസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇൻവോയ്സ് പ്രൈസ് ആണ് നമുക്ക് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യനിൽ തന്നത്. പെർസെന്റേജ് ഏതിന്റെ മേലാണ്? കോസ്റ്റിന്റെ മേലാണ് 33.33%. ഇൻവോയ്സ് പ്രൈസിന്റെ പേരിൽ 33% എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവിടെ തന്ന 12,000ന്റെ ഡയറക്റ്റ് 33.33% കാണാൻ പറ്റൂല. അപ്പൊ അതെങ്ങനെയാണ് കാണുക? ഇൻവോയ്സ് പ്രൈസിന്റെ മേലിൽ എത്ര ശതമാനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതാണ് നേരത്തെ വായിച്ച സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ് നമുക്ക് അറിയൂലല്ലോ, അതുകൊണ്ട് തന്നെ കോസ്റ്റിന് 100 ആയിട്ട് എടുക്കുക. എന്തുകൊണ്ടാണ് 100 ആയിട്ട് എടുത്തത്? പെർസെന്റേജ് കാൽക്കുലേഷൻ എപ്പോഴും നല്ലത് 100 ആണ്, അതുകൊണ്ടാണ് 100 എടുത്തത്. ഇനി എന്താണ് കോസ്റ്റിന്റെ മേലിൽ ലോഡിങ് എത്ര ശതമാനമാടാ? എത്ര ശതമാനം? 33.33. ഈ 2-3 ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ കുറെ 3 അങ്ങോട്ട് ഇടുക, കാൽക്കുലേറ്ററിന്റെ അവസാനം വരെ 3 ഇടുക കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ഫ്രാക്ഷൻ ഇല്ലാതെ കിട്ടും. ഓക്കെ, അപ്പൊ 133.333 ഇങ്ങനെ കുറച്ച് 3 വരും. ഇതാണ് നമ്മുടെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഇൻവോയ്സ് പ്രൈസിന്റെ മേലിൽ 33% അല്ല. അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു സംഖ്യ കിട്ടിയില്ലേ? ഓക്കെ, അതെന്താണ്? 33.3333 ഡിവൈഡ് ബൈ 133.333 എന്നിട്ട് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ഒരു 25% കിട്ടും. എത്ര പെർസെന്റേജ് കിട്ടും? 25% കിട്ടും. അപ്പോ കോസ്റ്റ് പ്രൈസിന്റെ മേലിൽ 33.33% ആണെങ്കിൽ അത് ഇൻവോയ്സ് പ്രൈസിന്റെ മേലിൽ എത്ര പെർസെന്റേജ് ആണ്? 25% ആണ്. ഇത് മനസ്സിലാക്കിയേക്കാം. ക്വസ്റ്റ്യനിൽ അധിക സമയത്തും ഇങ്ങനെ ഉണ്ടാവുക. കോസ്റ്റിന്റെ മേലിൽ 33.13 അല്ലെങ്കിൽ 33% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസിന്റെ മേലിൽ 25% ആണെന്ന് പഠിച്ചു വെച്ചാലും മതി. പക്ഷെ അതെങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ചെയ്ത ഈ കാൽക്കുലേഷൻ അനുസരിച്ചാണ്.
ഓക്കെ. ഇനി ഇൻവോയ്സ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ മേലിൽ 25% ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ നമ്മൾ 25/125 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അത് 125 അല്ല സോറി 20% ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കോസ്റ്റിന്റെ മേൽ 25% ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസിന്റെ മേലുള്ള പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 20% ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ബാക്കി വായിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ പറയും. ജസ്റ്റ് ഇപ്പൊ ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ പറയുന്ന ഈ മെത്തേഡ് ഒന്നും കൂടെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ബാക്കി നമ്മൾ പ്രോബ്ലത്തിന്റെ ആസ്പെക്ട് അവിടെയും ഡിസ്കസ് ചെയ്യും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും അതും ഇൻവോയ്സ് പ്രൈസ് ഉള്ളത് 96,000. ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് സെൻഡ് ടു ഹെഡ് ഓഫീസ് ഉണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് സെൻഡ് 77,100, സെയിൽസ് 77,000. റെന്റ് റേറ്റ്സ് ടാക്സ് തന്നിട്ടുണ്ട്, സാലറി തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് ലാസ്റ്റ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് തന്നിട്ടുണ്ട് 16,000 രൂപ. ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് 200 രൂപയുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ഒക്കെ ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ഡിഫറൻസസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇവിടെ നമുക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 96,000 ഉണ്ട് അല്ലെ? ഈ 96,000 ഇവിടെ എഴുതുക. റിട്ടേൺ എത്രയാണ്? 16,000 എന്ത് ചെയ്യുക? ഇവിടെയും എഴുതുക. അതിനുശേഷം ഇതിന്റെ രണ്ടിന്റെയും ലോഡിങ് ഒഴിവാക്കണ്ടേ? 96,000ന്റെ ലോഡിങ് ഇവിടെ ഒഴിവാക്കണം, 16,000ന്റെ ലോഡ് ഇവിടെ ഒഴിവാക്കുന്നതിന് പകരം 96,000-ൽ നിന്ന്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. 80,000ന്റെ ലോഡിങ് ഡയറക്റ്റ് ആയിട്ട് എവിടെ ഒഴിവാക്കിയാൽ മതി? ഈ ക്രെഡിറ്റ് സൈഡിൽ ഒഴിവാക്കിയാൽ മതി. ഇങ്ങനെയും ചെയ്യാം. നേരെ മറിച്ച് ഇതിന്റെ ലോഡിങ് ഇവിടെ ഒഴിവാക്കുക, ഇതിന്റെ ലോഡിങ് ഇങ്ങനെ ഒഴിവാക്കുക. രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ പറയാം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ ഡാറ്റ ഓരോന്ന് എടുത്ത് ചെയ്ത ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഓൺ എത്രയാണ്? സ്റ്റോക്ക് എത്ര ക്വസ്റ്റ്യനിൽ വന്നത്? 12,000 രൂപയാണ്. ഈ 12,000 രൂപ ആണെങ്കിൽ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യണം? ഇത് ലോഡിങ് ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 12,000 ആണ് ഇൻറ്റു 33.333, കുറച്ച് അങ്ങോട്ട് ഇട്ടേക്ക്, ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇത് വരും, 133, 133.333%. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ഒരു എമൗണ്ട് കിട്ടും. ഇതാണ് ലോഡിങ് എമൗണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എന്തും ചെയ്യടോ. നമ്മൾ 33% എന്തിന്റെ പേരിലാണ്? കോസ്റ്റിന്റെ പേരില. ഇൻവോയ്സ് പ്രൈസിന്റെ പേരിൽ എത്ര പെർസെന്റേജ് ആന്ന് പറഞ്ഞേ? 25%. അതിന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. 12,000 ഇൻറ്റു 25% ചെയ്താലും ഇതേ ആൻസർ കിട്ടും. അതാണ് നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എമൗണ്ട്. അത് എത്ര വരുടാ? അത് വരുന്നത്, അതിന്റെ കാൽക്കുലേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. എത്ര വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ സിസ്റ്റമാറ്റിക് ആക്കി നല്ല രീതിയിൽ എഴുതിയതാണ്. ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, 3,000 രൂപ വരും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയെന്ന് എഴുതി. അതിന് പുറമെ അതിന്റെ എന്താണ് റിസർവ് നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി കഴിഞ്ഞു. ലോഡിംഗ് എമൗണ്ട് ഒഴിവാക്കി. ഇനി നമ്മൾ അടുത്ത ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സിലൊന്നും ഇത്തരം റിസർവുകളൊന്നും നോക്കേണ്ടതില്ല. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര? 96,000 രൂപ ഉണ്ട്, അത് റെക്കോർഡ് ചെയ്തു. പിന്നെ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് 16,000 രൂപയും റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 96,000 രൂപയുടെ സ്റ്റോക്കിൽ വരുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ ലോഡിംഗ് എമൗണ്ട് ഒഴിവാക്കുക. അതിന്റെ ലോഡിംഗ് എമൗണ്ട് എങ്ങനെ ഒഴിവാക്കുക? 96,000 ഇൻറ്റു 25% എന്ന് കണ്ടതിന് ശേഷം ആ എമൗണ്ട് എത്രയാണോ 96,000ന്റെ 25% എത്ര? ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. രണ്ട് രീതി ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാനല്ല, നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണത്തിന് 24,000 എന്ന് എഴുതി കൊടുക്കാം. ഇനി റിട്ടേണിന്റെ 16,000 ഉണ്ടല്ലോ, അതിന്റെ 25%ഉം കാണാം. ഇതുപോലെ 16,000 ഇൻറ്റു 25%. അത്ര 16,000ന്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4,000 രൂപ വരും. എത്ര രൂപ വരും? 4,000 രൂപ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് ഇവിടെയും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാം, 24ഉം 20ഉം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ 24,000 ഈ സൈഡിലും വരുന്നുണ്ട് അല്ലെ?
ഇവിടെ 4000 വരുന്നുണ്ട്. അത് കുറച്ചിട്ട് 20,000 എഴുതിയാൽ മതി ഏത് സൈഡിൽ ഇവിടെ. ആ 20,000 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 96,000 നമ്മുടെ ഡെബിറ്റ് സൈഡിലുള്ള ഈ ബാലൻസിൽ നിന്നും ഈ 16,000 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 80,000 കിട്ടും. 80,000 കിട്ടിക്കഴിഞ്ഞാൽ 80,000 ഇൻറ്റു 25% ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? 20,000 ആണ്. അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിൽ ഈ കാൽക്കുലേഷൻ ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ ചെയ്തത് റിട്ടേൺ കുറച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ മെത്തേഡും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കാം. ഇപ്പൊ ലോഡിംഗ് റിട്ടേൺ കുറച്ചിട്ടുള്ള 20,000 ആണ് എടുത്തത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ പോലെ 24,000 ഇവിടെ എഴുതി, 96,000ന്റെ 25% ഇവിടെ കൊടുത്തിട്ട് 24,000 16,000ന്റെ 25% എടുത്തിട്ട് ഇവിടെ ചെയ്താം. ഈ രണ്ട് പണി എടുക്കുന്നതിന് പകരം ഇതിൽ നിന്നും ഇത് കുറച്ചിട്ട്, അതായത് ഈ 96,000ത്തിൽ നിന്നും 16,000 കുറച്ചിട്ടുള്ള 80,000ന്റെ കണ്ടാലും മതി. ഓക്കെ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാണ്? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നമുക്ക് തീർക്കാം. ഓക്കെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ്, അതായത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് പറഞ്ഞു, സെയിൽസും പറഞ്ഞിട്ടുണ്ട്, ക്യാഷും പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് അല്ല നമ്മൾ എടുക്കേണ്ടത്, ക്യാഷ് സെയിൽ ഉണ്ടെങ്കിൽ എടുക്കായിരുന്നു. ഇത് ക്യാഷ് എത്ര കൊടുത്തു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. 77,100. 77 അങ്ങോട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക? ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് റിസീവ് ചെയ്തു, ഈ എമൗണ്ട് കൊടുത്തു. ഇനി നമ്മൾ ഹെഡ് ഓഫീസ് ചില എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നായിട്ട് കൊടുക്കുക. ഇങ്ങനെ ടോട്ടൽ ഈ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു വെച്ചു. ഇനി അടുത്ത എന്താടാ? ഇനി ക്ലോസിംഗ് ബാലൻസ് കൊടുക്കണം. ഡെറ്റേഴ്സിന്റെ ബാലൻസ് ഉണ്ട് 1,600. ഓക്കെ. ഇനി നമ്മൾ സ്റ്റോക്കിന്റെ ബാലൻസ് ഉണ്ട്. സ്റ്റോക്കിന്റെ ബാലൻസ് എത്ര? 14,800. ഈ 14,800 എങ്ങനെ കിട്ടിയത്? നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ ഈ 14,800 ഉണ്ടോ? നോക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? 14,800 എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ അതില്ല. ആ കിട്ടിയ സാധനമാണ് പറയുന്നത്. നമ്മുടെ ഡാറ്റ എടുത്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എത്ര? 12,000 തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്നും ഹെഡ് ഓഫീസ് ഗുഡ്സ് റിസീവ് ചെയ്ത 16,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? സ്റ്റോക്ക് എന്നുള്ള രീതി നോക്കുമ്പോൾ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തതും കൊടുത്തു, സെയിൽസിന്റെ വാല്യൂ കൊടുത്തു. ഷോർട്ടേജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഷോർട്ടേജ് കുറക്കുകയും ചെയ്തു. ഇനി ബാലൻസ് എന്താണോ ഉള്ളത്, ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ ഷോർട്ടേജിന്റെ 200 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൊടുക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്തേ എഴുതുന്നുള്ളൂ? 14,800 എഴുതുന്നുള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ 12,000 കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 15,000 വരേണ്ടടുത്ത് 200 നമ്മൾ പരിഗണിക്കണേ ഇല്ല. അത് പരിഗണിക്കാതിരിക്കെ തന്നെ 14,800 എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ 200 അഡ്ജസ്റ്റ് ചെയ്ത് പോലെയാണുള്ളത്. ഇങ്ങനെയാണ് ഈ 14,800 എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഷോർട്ടേജ് വരാൻ പാടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിൽ കുറച്ച് ഐറ്റംസ് വരൂല എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് വരൂല, ബ്രാഞ്ച് അക്കൗണ്ടിൽ വരൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്. അതുപോലെ സർപ്ലസ് വന്നാലും വരൂല. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഈ 14,800 വന്നതാണ് കണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 14,800 സ്റ്റോക്കിൽ കാണിച്ചു. ഇനി അതിനുശേഷം റെക്കോർഡ് ചെയ്യാം. മീൻസ് ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ഈ സൈഡിൽ എന്താണ്? ഈ 14,800, ഒരു മിനിറ്റ്, ഈ 14,800ന്റെ എന്തും കൂടെ വേണം? സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്തിനാ? എവിടൊക്കെ ഉണ്ടോ റിസർവ് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻറ്റു രണ്ട് രീതി ചെയ്യാം. 33.333 ഡിവൈഡ് ബൈ 133.33 ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 14,800ന്റെ ഡയറക്റ്റ് 25% കാണുക. 14,800 ഇൻറ്റു 25%, അതാണ് ഈ 3,700 രൂപ. ഓക്കെ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ടോട്ടൽ വേണം. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ആനിമേഷൻ കൊടുത്തത് ആദ്യം നേരത്തെ വന്നതാണ്. ക്രെഡിറ്റ് സൈഡ് ആണ് എന്ത് കൂടുതലുള്ളത്. ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇനി ഡിഫറൻസ് ആണ് ജനറൽ P&Lലേക്ക് വരേണ്ട എമൗണ്ട്. അത് എത്ര രൂപയാണ്? 11,300 ആണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റും കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എല്ലാ വീഡിയോയും മാക്സിമം ഒരു 15 മിനിറ്റിൽ ചുരുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ അടുത്തൊരു വീഡിയോ ചെയ്യായിരിക്കും നന്നാവുക. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ. താങ്ക് യു.